ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നേഴ്സായ സ്വപ്ന ജോലിക്കിടയിൽ ഐസിയുവിന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഐസിയുവിന് മുന്നിലെ ബഞ്ചിൽ തളർന്നിരിക്കുന്ന ആ വൃദ്ധനെ ശ്രദ്ധിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം അവിടെയുണ്ട്. ഉള്ളിൽ കഴിയുന്ന ഏക മകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ സ്വപ്ന അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു. അപ്പച്ച, വല്ലതും കഴിച്ചോ? ഇങ്ങനെ ഇരുന്നാൽ അപ്പച്ചനും വയ്യാതാകും. അയാളൊന്ന് തലയുയർത്തി നോക്കി. ആ കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയുമുണ്ട്. മോളെ, എന്റെ കുട്ടിക്ക് ബോധം വന്നു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ നില അപ്പോഴും ഗുരുതരമായിരുന്നു. പക്ഷേ ആ വൃദ്ധന്റെ മനസ്സ് തളരാതിരിക്കാൻ സ്വപ്ന അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. അപ്പച്ചൻ പേടിക്കണ്ട, ഇപ്പോൾ അവൾ നന്നായി ഉറങ്ങുകയാണ്. നാളെ അവൾ കണ്ണു തുറക്കുമ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ അവൾക്ക് സങ്കടമാകില്ലേ? പോയി കുറച്ച് ആഹാരം കഴിച്ച് വിശ്രമിക്ക്, ഞാനുണ്ട് കൂടെ. അവളുടെ വാക്കുകളിലെ ആത്മവിശ്വാസം കണ്ട് അദ്ദേഹം തന്റെ ബാഗിൽ നിന്നും ഒരു ചെറിയ പൊതി അവൾക്ക് നേരെ നീട്ടി. ഇത് എന്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പമാണ്. അവൾ ഉണരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ ഞാൻ കരുതിയതാ. മോളും കഴിക്കണം. സ്വപ്നയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ ഉണ്ണിയപ്പം വാങ്ങി. ആ രാത്രി വൈകി മകളുടെ നില വല്ലാതെ വഷളായി. ഒരുപാട് നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ അവൾ യാത്രയായി. സ്വപ്ന അപ്പച്ചനെ അകത്തേക്ക് വിളിച്ചു. മകളുടെ കൈകളിൽ പിടിച്ച് ആ വൃദ്ധൻ പൊട്ടിക്കരഞ്ഞു. ആ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം നഴ്സിംഗ് സ്റ്റേഷനിൽ സ്വപ്നയെ കാത്ത് ഒരു ചെറിയ കുറിപ്പും ഒരു പൊതിയും എത്തി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മോളെ, നീ തന്ന ധൈര്യമാണ് എനിക്ക് എന്റെ മകളുടെ ആ അവസാന സമയത്ത് കരുത്ത് നൽകിയത്. ഇന്ന് ആരോരുമില്ലാത്ത ഒരുപാട് കുഞ്ഞുമക്കളുടെ അച്ഛനാണ് ഞാൻ. നന്ദി. സ്വപ്നയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനൊപ്പം ആ മുഖത്തൊരു പുഞ്ചിരിയും വിടർന്നു. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.